ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഇല്ലിക്കൽ കല്ല് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ വ്യൂ ആണത്. ഇവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്യാം കേട്ടോ. ഇതിലൂടെ ജീപ്പ് മാത്രമേ കയറുള്ളൂ. പ്രവേശനം പാസ് മൂലം എന്നാണ്. അപ്പോൾ ഇവിടെ ജീപ്പിനാണ് മുകളിലോട്ട് കയറാൻ പറ്റുള്ളൂ. ഒരാൾക്ക് 20 രൂപ എൻട്രി ഫീസ്. വണ്ടിയുടെ പാർക്കിംഗ് ഉണ്ട്. അതുകൂടാണ് ജീപ്പിന് ഒരാൾക്ക് 39 രൂപ. അങ്ങനെ മൊത്തം കയറണം മുകളിലോട്ട്. ജീപ്പ് മൊത്തം 1.5 കിലോമീറ്റർ ഉണ്ട്. അതിനകത്ത് 1,200 ജീപ്പ് കയറും. 300 മീറ്റർ നമ്മൾ നടന്ന് കയറണം. അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക്. ജീപ്പിൽ നമ്മൾ യാത്ര തുടർന്നു കേട്ടോ. കുറച്ചുകൂടി നടന്ന് കയറുന്നുണ്ട്, നടന്ന് ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നല്ല സ്റ്റാൻഡിന് വേണ്ടി കയറി ഇറങ്ങാൻ. അപ്പോൾ നമ്മൾ ഇല്ലിക്കക്കല്ലിൻ്റെ ജീപ്പ് സഫാരി അവസാനിച്ചു. നമ്മൾ അങ്ങോട്ട് കയറണം. സ്റ്റെപ്പാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ കയറ്റം ആരംഭിച്ചു. ഞാൻ മുകളിലോട്ട് എത്തിയിട്ടില്ല. ഇല്ലിക്കൽ കല്ലിൻ്റെതാണ് വ്യൂ പോയിന്റാണ് കാണുന്നത്. അവിടെ വണ്ടി ഇറങ്ങുന്ന സ്ഥലമാണ് പാർക്കിംഗ്. ഗൈസ്, ഇപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലമാണ് കാണുന്നത്. അവിടെ നിന്ന് ജീപ്പ് എടുത്ത് കയറി വരണം. നമ്മളിപ്പോൾ ഇല്ലിക്കക്കല്ലിൻ്റെ മുകളിലെത്തിയുണ്ട്. ഇവിടെ ഫുള്ള് ബാരിക്കേഡ് ഇട്ടുണ്ട് കേട്ടോ. ശ്വാസം കിട്ടാനുള്ള ബാക്കിയെല്ലാവരും താഴെ നിൽക്കുക വന്നില്ല എന്ന് പറഞ്ഞിട്ട്. നല്ല വ്യൂ ആണ് ഇതെല്ലാം. വെളുപ്പിന് വരികയാണെങ്കിൽ നമുക്ക് ഒരു തണുപ്പിലിങ്ങനെ വരാം. ഇപ്പോഴും തണുപ്പുണ്ട്, പക്ഷേ വെളുപ്പാണെങ്കിൽ കുറച്ചുകൂടി സുഖമായിരുന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടം വരെയാണ് നമ്മുടെ വ്യൂ പോയിന്റിൻ്റെ തോളൂ കേട്ടോ. ഇല്ലിക്കല്ല് അങ്ങോട്ട് നമുക്കിനി മലയുടെ മുകളിൽ കുരിശുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനി വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ. ബൈ ബൈ. ഞാനേ ഇപ്പോൾ ഇല്ലിക്കൽ കല്ലിൻ്റെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ അവിടെ നിന്നിട്ടാണ് ഫോട്ടോ എടുത്തത്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡാണത്. ഇവിടെ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അതും കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ക്ലിപ്പിംഗ് കൂടി വരുന്നത് കേട്ടോ. ഉണ്ടോ അവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ വേറൊരു വ്യൂ ആണ്. നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി അതിലങ്ങോട്ട് പോവാട്ടോ. ഞാൻ എന്തായാലും മുഴുവനായിട്ട് അങ്ങോട്ട് പോകുന്നില്ല. ഈ വഴി ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഹാൻഡ് റെയിലിൻ്റെ സൈഡിൽ കൂടി പോയി കഴിഞ്ഞാൽ അവിടെ 2-3 പേര് പോയി ഇരിക്കുന്നുണ്ടോ പാറയുടെ മുകളിൽ. അതും കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം, അറ്റത്തോട്ട് പോവാം. നോക്കിയും കണ്ട് പോകണം. ഹെവി റിസ്ക് ഏരിയ ആണ്. പക്ഷേ ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. ഈ പുരി വെയിലത്ത് അവിടം വരെ പോയാലേ അവശതയായി പോകും. അതുകൊണ്ട് ഇവിടെ വെച്ച് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോയി അടുത്തൊരു വീഡിയോ ഇടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ വളർച്ചയ്ക്ക് ഇത് വളരെ അത്യാവശ്യമാണ്. ഞാനിപ്പോൾ കുറേ വീഡിയോയിൽ ഞാനിത് പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ ഒന്നും കൂടി എല്ലാവരും ഓർമ്മിക്കുകയാണ്. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.